ഇവിടെ വെള്ളയാണിയിലെ പാടശേഖരങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറെ വെറുതെ കിടക്കുക. നമുക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാന്ന് കരുതുക. ഹരി, കാര്യം കൃഷി തനിക്ക് വശമുള്ള കാര്യമാണ്. പക്ഷേ ഈ സിറ്റിക്കകത്ത് അത് പ്രാക്ടിക്കൽ ആവൂ? നമ്മുടെ നാട്ടിലെ കൃഷി നന്നാവത്തിന്റെ കാര്യം എന്താ? ഇതുപോലെയുള്ള തോന്നലുകളാ. മണ്ണും കൃഷി ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്കത് മാത്രം മതി. ഞാൻ ഏതായാലും പോയി എന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചിരിക്കുക. അതിന് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടത്. ഞാനും ഹരിയുടെ തീരുമാനത്തിന് കൂടെ ഉണ്ട് കേട്ടോ. ആഹാ, കൂടെയുണ്ടെന്ന് പറഞ്ഞ് നീ നിന്റെ ജോലിക്ക് പോയി ബാക്കിയുള്ള സമയത്ത് പാടത്തേക്ക് പോകുന്നാണോ, അതോ ഭർത്താവിന്റെ കൂടെ ഫുൾ ടൈം പാടത്ത് നിൽക്കാവുന്നാണോ? ജോലി ഒരു പ്രൈവറ്റ് സ്കൂളിലല്ലേ അമ്മേ. തൽക്കാലം ഹരിയുടെ കൂടെ പാടത്ത് തന്നെ നിൽക്കാം. അതിനിടയിൽ ടെസ്റ്റൊക്കെ എഴുതാം. ഏതെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് നോക്കുകയും ചെയ്യാം. അല്ല സുജാതേ, അപ്പോഴേ ഇവരുടെ മനസ്സിലിപ്പോ അതാ കാര്യം. തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്കും രണ്ടും കൂടെ അവരുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏതാ? ഇനി നമുക്കൊരു റോളും ഇല്ല. എന്താ രഘുവേട്ട അഭിപ്രായം? എന്തായാലും ഓരോരുത്തർ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമല്ലേ. എന്റെയും റിട്ടയർമെന്റ് ഒക്കെ ആയല്ലോ. ഇനിയും വെറുതെ ഇരിക്കാന്ന് വെച്ചാ അത് പറ്റില്ല. എനിക്കും എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ. എനിക്കും സുജാതയ്ക്കും മുന്നോട്ട് നീങ്ങണ്ടേ. എന്താ കാര്യം? അങ്കിള് യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ശത്രുക്കളോട് ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. പക്ഷേ പാടത്തിറങ്ങാൻ ധൈര്യമുണ്ടോ? ഈ പാടത്തിറങ്ങാന്നൊക്കെ വെച്ചാ എനിക്കത് വലിയ പിടിയൊന്നുമില്ല. എന്റെ ഹരി, നട്ട് നനച്ച് ഇലയും പൂവാവുന്നത് കാത്തിരിക്കുന്നതൊന്നും രഘുവേട്ടന് ശീലമില്ല. വളർന്നു നിൽക്കുന്നതൊന്നും വെട്ടിക്കളഞ്ഞാലോ രഘുവേട്ട എന്ന് പറഞ്ഞ അപ്പ ഇറങ്ങും വെട്ടുകത്തിയും കൊണ്ട്. അല്ല സുജാതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇല പറഞ്ഞെന്നാലും നല്ല ഐഡിയ. ഇത്രയും നാള് ചിന്തിക്കാത്തൊരു കാര്യം നമുക്കൂടെ ചിന്തിക്കാലോ. ഞാനും അങ്ങോട്ടേക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങണം. രഘു സാറേ, ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയോ? നമ്മുടെ പ്രായ വ്യത്യാസം ഇല്ലാതെ, ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തൊഴിലാ. മുന്നിൽ നിന്ന് നയിക്കാൻ ഈ ഇവനെ അരി ഉണ്ടെങ്കിലേ നമുക്കങ്ങ് കൂടാന്ന്. ഞാൻ സമ്മതിച്ചു. ഞാനൊരു കർഷകനാകാൻ തീരുമാനിച്ചു. വെരി ഗുഡ്. ജയ് കിസാൻ ജയ് ജവാൻ. ഇനി എന്താ ഇപ്പൊ തടസ്സമുള്ളത്? സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ തിരക്കിന്റെ ഒക്കെ ഇടയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം, മനസമാധാനമുള്ള ഒരു തൊഴിൽ ചെയ്യണമെന്നൊക്കെ. ഇനി നമ്മളൊക്കെ ഹരിയുടെ കൂടെയല്ലേ. എല്ലാരും സംശയിക്കുന്ന പോലെ ചിലപ്പം നമ്മൾ തോക്കും, ചിലപ്പം നമ്മൾ വിജയിക്കും. പക്ഷെ തോറ്റാ പോലും നമ്മുടെ കാലപ്പോഴും മണ്ണി ചവിട്ടി നിൽക്കുന്നുണ്ടാവും. അതാ കൃഷിയുടെ മഹത്വം.